കൊള്ളപ്പലിശക്കാരുടെ ഭീഷണി മൂലം ഗുരുവായൂരിൽ വ്യാപാരി ആത്മഹത്യ ചെയ്തു. ഗുരുവായൂർ സ്വദേശി മുസ്തഫയാണ് ആത്മഹത്യ ചെയ്തത്. ഈ മാസം 10-നായിരുന്നു സംഭവം. കൊള്ളപ്പലിശക്കാരുടെ ഭീഷണി ഉണ്ടായിരുന്നുവെന്ന കുറിപ്പെഴുതി വെച്ചാണ് ആത്മഹത്യ ചെയ്തത്. നല്ല ഭീഷണി ഉണ്ടായിരുന്നു. പലിശക്കാരൻ നല്ല ഭീഷണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കടയിൽ കയറിയിട്ട് പ്രശ്നം ഉണ്ടാക്കലും കടയിൽ നിന്ന് പൈസ എടുത്ത് കൊണ്ടുപോകും, അങ്ങനെയായിട്ട് കുറേ ഭീഷണികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കാര്യങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഞാൻ ഇവരെ പലിശക്കാരെ വിളിച്ച് സംസാരിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊന്നും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറൊന്നുമില്ല, പൈസ ഇതാക്കിയെടുക്കുക തന്നെയായിരുന്നു. ഞങ്ങൾ മുന്നിൽ വെച്ചിട്ട് വിളിച്ച് വരുത്തിയിട്ട് മർദ്ദിക്കലും അപമാനിക്കലൊക്കെ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ഉമ്മച്ചിയുടെ മുന്നിലൊക്കെ വെച്ചിട്ട് നല്ലപോലെ ഉണ്ടായിരുന്നു. പിന്നെ സ്ഥലം എഴുതി കൊടുക്കേണ്ടായിരുന്നു, റെൻറ്റിലുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കലും ഇതൊക്കെ ആയപ്പോൾ മറ്റാൾക്ക് ഇതായിരുന്നു. പിന്നെ കുറേ ഫാമിലിയിൽ നിന്ന് തന്നെ സ്വർണ്ണങ്ങളും കാര്യങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ട് ഫുള്ള് പലിശയ്ക്ക് തന്നെ കൊടുത്തിരുന്നില്ലാതെ അതിൻ്റെ കാര്യങ്ങളൊക്കെ. അനീഷ് ആന്റണിയാണ് വിവരങ്ങളുമായി ചേരുന്നത്. അനീഷ്, എന്തായാലും ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. ഇപ്പോൾ ഈ ഒരു ആത്മഹത്യയിലേക്ക് എത്തുന്ന വിധത്തിൽ അത്രത്തോളം വലിയൊരു തുകയായിരുന്നു, അല്ലെങ്കിൽ അത്രയും ഭീഷണി ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നു. കൊള്ളപ്പലിശക്കാരുടെ ഭീഷണി നിരന്തരമായി നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു തുക അത്ര വലുതായതുകൊണ്ടാണോ ഇവർ നിരന്തരമായി ഭീഷണിപ്പെടുത്തിയത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ ഈ ആത്മഹത്യാക്കുറിപ്പിൽ? അത് എടുത്തു സൂചിപ്പിക്കുന്നുണ്ടോ അനീഷ്? ഈ ആത്മഹത്യാ കുറിപ്പിൽ നിന്നും മനസ്സിലാക്കുന്നത് ഈ കൊള്ളപ്പലിശക്കാരുടെ വലിയ രീതിയിലുള്ള ഭീഷണിയും ഹരാസ്മെന്റും മർദ്ദനവും ഒക്കെ താങ്ങാൻ വയ്യാതെയാണ് ഈ മുസ്തഫ എന്ന് പറയുന്ന ഈ വ്യാപാരി ഈ കഴിഞ്ഞ 10-ന് ആത്മഹത്യ ചെയ്തതെന്നാണ് വ്യക്തമാകുന്നത്. ഗുരുവായൂരിൽ കട നടത്തി വരികയായിരുന്നു ഈ മുസ്തഫ. ഡേ-നൈറ്റ് കടയാണ്, അതായത് ചായ, കൂൾ ഡ്രിങ്ക്സ് ഉൾപ്പെടെ വിൽക്കുന്ന ഗുരുവായൂർ ക്ഷേത്രത്തിന് സമീപത്തായിരുന്നു ഈ കട നടത്തിയിരുന്നത്. ഇതിനിടെയാണ് ചെറിയ ബുദ്ധിമുട്ട് മൂലം 6 ലക്ഷം രൂപ മുസ്തഫ കടമായി വാങ്ങുന്നത്. ഒരു വലിയ എടുത്തു പറയത്തക്ക വലിയ തുകയല്ല എങ്കിൽ കൂടി 6 ലക്ഷം രൂപ വാങ്ങി. പല തവണകളായി പലിശ അടക്കം ഇതിലേക്ക് 40 ലക്ഷം രൂപയോളം തിരിച്ചടച്ചു എന്നാണ് സഹോദരനും മകനും ഒക്കെ പറയുന്നത്. ഇത് വാങ്ങിയ 6 ലക്ഷം രൂപ വാങ്ങിയത് ചെറിയൊരു പലിശക്കല്ല, നമ്മൾ കാണണം 20% പലിശ, അതായത് കൊള്ള പലിശയ്ക്ക് തന്നെയാണ് ഈ പണം പലിശയ്ക്കായി പലിശക്കാരുടെ കയ്യിൽ നിന്ന് വാങ്ങിയത്. ഗുരുവായൂർ കണ്ടാണശ്ശേരി സ്വദേശി അതുപോലെ നെന്മിനി സ്വദേശി 2 പേരുടെ പക്കൽ നിന്നാണ് ഈ പണം വാങ്ങിയതെന്നാണ് വീട്ടുകാർ പറയുന്നത്. ഈ തിരിച്ചടവിന്റെ ദിവസമാകുമ്പോൾ മുസ്തഫ പണം ഇവർക്ക് നൽകാനായി പരക്കം പായുന്ന ഒരു കാഴ്ചയൊക്കെയാണ് വീട്ടുകാർ കണ്ടിരുന്നത്. കാരണം കൃത്യസമയത്ത് പലിശ നൽകിയില്ലെങ്കിൽ ഇവരുടെ ഹരാസ്മെന്റ് തുടരും, ഇവർ വീട്ടിലേക്ക് വരും, കടയിലേക്ക് വരും എന്നൊക്കെയാണ് പറയുന്നത്. ഭീഷണിപ്പെടുത്തും, വലിയ രീതിയിലുള്ള ഭീഷണിയും മാനസിക ബുദ്ധിമുട്ടും സഹിക്കവയ്യാതെയാണ് മുസ്തഫ ഇത്തരത്തിൽ കഴിഞ്ഞ 10-ാം തീയതി ആത്മഹത്യ ചെയ്തതെന്ന് പറയുന്നു. മാത്രമല്ല, മുസ്തഫയുടെ സ്ഥലവും കൊള്ളപ്പലിശക്കാർ ഭീഷണിപ്പെടുത്തി എഴുതി വാങ്ങിയെന്നത് കൂടി ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് 20 ലക്ഷം രൂപ സ്ഥലത്തിന് മതിപ്പുണ്ട്. ഈ സ്ഥലം 5 ലക്ഷം രൂപ മതിപ്പ് മാത്രം കാട്ടിയാണ് വാങ്ങിയത്. ബാക്കിയുള്ള പണം കിട്ടാനായി വീട്ടുകാരുടെ, അതായത് മുസ്തഫയുടെ ഭാര്യയുടെയും മകന്റെയും മുന്നിൽ വെച്ച് വരെ ഈ കൊള്ളപ്പലിശക്കാർ മർദ്ദിച്ചു എന്നുള്ള ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ 10-ന് മരണപ്പെട്ട ശേഷം ഈ ആത്മഹത്യാ കുറിപ്പടക്കം ഗുരുവായൂർ ടെമ്പിൾ പോലീസിൽ വീട്ടുകാർ പരാതി നൽകി. ഇത്തരത്തിൽ പലിശക്കാരുടെ ഭീഷണി സഹിക്കവയ്യാതെയാണ് തന്റെ ഉപ്പ മരണപ്പെട്ടതെന്നുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി പരാതി നൽകിയിട്ട് ഇതുവരെയും ആ ഒരു പരാതിയിന്മേൽ നടപടിയെടുക്കാൻ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് തയ്യാറായിട്ടില്ലെന്നൊരു ഗുരുതര ആരോപണം കൂടിയുണ്ട്. കാരണം കൃത്യമായി ആത്മഹത്യാ കുറിപ്പിൽ ഈ പറയുന്ന പേരുകളും ഈ കാര്യങ്ങളൊക്കെ പരാമർശിച്ചിട്ടുണ്ട്. ആ ആത്മഹത്യാ കുറിപ്പ് കണ്ടിട്ട് പോലും ഗുരുവായൂർ ടെമ്പിൾ പോലീസ് ഇതിൽ പറയുന്ന 2 പേർ, ഈ പലിശക്കാരായിട്ടുള്ള 2 പേർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ഇതുവരെയും അത്തരത്തിലൊരു നീക്കത്തിലേക്ക് പോലീസ് എത്തിയിട്ടില്ല എന്നുള്ളത് ഒരു ഗൗരവകരമായ കാര്യമാണ്. നമുക്കറിയാം, ഈ കൊള്ളപ്പലിശയ്ക്ക് പണം വാങ്ങിയതിനു ശേഷം തിരിച്ചടവ് മുടങ്ങുമ്പോൾ ഈ പലിശക്കാരുടെ ഹരാസ്മെന്റും ഭീഷണിയും തുടർന്ന് നിരവധി പേരാണ് ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്തത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ ഗുരുവായൂർ സ്വദേശിയായിട്ടുള്ള മുസ്തഫയുടെ ആത്മഹത്യ. കടയിൽ വന്ന് ഭീഷണിപ്പെടുത്ത, കടയിലെ വന്നിട്ടുള്ള കളക്ഷൻ, പണപ്പെട്ടിയിൽ നിന്നും പണം ബലമായി എടുത്തുകൊണ്ട് പോകുക, ഭാര്യയുടെയും മകന്റെയും മുന്നിട്ട് മർദ്ദിക്കുക, 20 ലക്ഷം രൂപ മതിപ്പ് വിലയുള്ള സ്ഥലം വെറും 5 ലക്ഷം മാത്രം കാണിച്ച് എഴുതി വാങ്ങുക, ഭീഷണിപ്പെടുത്തി ഇത്തരത്തിൽ വാടക വീട്ടിൽ പോലും, മുസ്തഫയുടെ വാടക വീട്ടിലേക്ക് പോലും വന്ന്
വീട്ടുകാരുടെ മുന്നിൽ വെച്ച് മർദ്ദിച്ചു എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് മകൻ പറയുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ഇതുവരെയും ഗുരുവായൂർ ടെമ്പിൾ പോലീസ് കേസെടുത്തിട്ടില്ല ഈ രണ്ട് പലിശക്കാർക്ക് എതിരെ, ഇതിൽ പറയുന്ന പേരുകളുള്ള പലിശക്കാർക്ക് നേരെ. എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കേസെടുക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് കുടുംബമുള്ളത്. വലിയ ദാരുണമായൊരു സംഭവമാണ്. 6 ലക്ഷം മാത്രം പലിശയ്ക്ക് വാങ്ങി 20% പലിശ നിരക്കിൽ ഇപ്പോൾ 40 ലക്ഷം, അതായത് അതിന്റെ എത്രയോ ഇരട്ടി, എത്രയോ മടങ്ങ് പണം ഈ പലിശക്കാർക്ക് തിരിച്ചടച്ചു. എന്നിട്ടും വീണ്ടും അവരുടെ ഭാഗത്തു നിന്ന് സ്ഥലം എഴുതി വാങ്ങുന്നു, ഭീഷണി തുടരുന്നു, മർദ്ദനം തുടരുന്നു, കടയിലെത്തി പണപ്പെട്ടിയിൽ നിന്നും പണം ബലമായി എടുത്തുകൊണ്ടുപോകുന്നു. ഇതിലൊക്കെ മനം നൊന്താണ് ഈ മുസ്തഫ എന്ന ഒരു വ്യാപാരി, ചെറിയൊരു വ്യാപാരിയുടെ ആത്മഹത്യയിലേക്ക് ഇപ്പോൾ നയിച്ചിട്ടുള്ളത്. കാളിദാസ്. ശരി, അനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.